ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹായ് കുക്കി എപ്പിസോഡ് 9 ആണ് ഇന്ന് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത്. എപ്പിസോഡ് ആരംഭിക്കുന്നത് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലിരിക്കുന്ന ഹായൂണിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് മുക്കിക്കൊല്ലാറാക്കുന്ന ഷിന്നിനെ കാണിച്ചാണ്. അവന്റെ ബോധം പോയി തുടങ്ങുന്ന ടൈമാണ് ലിയങ് അതിനിടയിൽ ഇടപെട്ട് അവനെ രക്ഷിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈം പിണക്കമൊക്കെ മറന്ന് രണ്ടുപേരും കൂടി കാഷ്വലായി സംസാരിക്കുന്നുണ്ട്. മിന്യങ്ങിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ കുക്കി വിൽക്കുന്നത് താനാണെന്ന കാര്യം ഷിൻ തുറന്നു പറയുന്നത് കേട്ട് അവനും അറിയാത്തതുപോലെ എക്സ്പ്രഷൻ ഇടും. ശരിക്കും നീയാണോ എന്ന് സർപ്രൈസ് ആയതുപോലെ അഭിനയിക്കും. നീ പതുക്കെ പറ. ചുറ്റുമുള്ളവർ കേൾക്കും. പതുക്കെ പറയാനായി ഷിൻ പറയുന്നതും അങ്ങോട്ടേക്ക് വരുന്ന ലിയങ് ഷിനിനോട് ഹായൂണും നമ്മുടെ കൂടെ സഹായിക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും കുറച്ചു മുൻപ് കുക്കി വിൽക്കുന്നത് താനാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യമായി കേൾക്കുന്നത് പോലെയാണ് തന്റെ മുന്നിൽ അഭിനയിച്ചത്. രണ്ടുപേരും കൂടി ഇനി തന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ എന്ന തോന്നലിൽ ഷിനിന് നല്ല ദേഷ്യമുണ്ടാകുന്നുണ്ട്. എല്ലാം അറിയാമായിരുന്നിട്ടും എന്തിനാണ് നീ അഭിനയിച്ചതെന്ന് ചോദിച്ച് അവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നതും ഇതെല്ലാം ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് ക്ലാസ്സിലേക്ക് ചെല്ലുന്നതും സീറ്റിൽ ചീത്ത വാക്കുകൾ എഴുതി വെക്കുകയും അവളുടെ ബുക്കെല്ലാം വലിച്ചു കീറി നശിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ക്യാൻറ്റീനിൽ പോകുന്ന ടൈമും അവളുടെ മുന്നിൽ പ്രശ്നമുണ്ടാക്കാനായി ക്യൂവിലേക്ക് സ്റ്റുഡൻസിനെ പറഞ്ഞു വിടുന്നുണ്ട് ഷിൻ. ഷൂസിൽ കോഫി ഒഴിക്കുക, അങ്ങനെ അവളെ ബുദ്ധിമുട്ടിക്കാനായുള്ള എല്ലാ പരിപാടിയും അവൻ ചെയ്യുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് അവൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപായി ഒരു കുക്കി കഴിച്ച് അടുത്ത ദിവസത്തെ ആൻസേഴ്സ് മുഴുവനും കാണാതെ പഠിക്കും. ജോ രാപ്പകലില്ലാതെ പഠിച്ച് ക്ഷീണിച്ച് ഉറങ്ങാൻ കിടക്കുന്നതും അന്നേരവും ലിയങ് പഠിച്ച ആൻസർ കീ റിപ്പീറ്റായി ഓർത്ത് കണ്ണും തുറന്ന് കിടപ്പുണ്ടാകും. അങ്ങനെ നെക്സ്റ്റ് ഡേ അവൾ എല്ലാത്തിനും നന്നായി തന്നെ ആൻസേഴ്സ് എഴുതുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം അതിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്യുന്നതും അവളാണ് ആ എക്സാമിലെ ടോപ്പ് സ്കോറർ. സ്റ്റാഫ് റൂമിലും ഇതേപ്പറ്റി പറഞ്ഞ് ചർച്ചയാകുന്നുണ്ട്. മെസ്സിന് ഇക്കാര്യത്തിൽ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഷിന്നായിരുന്നു ഇത്രയും കാലവും ഫസ്റ്റ് പൊസിഷനിൽ വന്നിരുന്നത്. ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. അവൻ പോലും കുറച്ച് ആൻസേഴ്സ് തെറ്റിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു സാറിനോട് പറയുന്നതും ചിലപ്പോൾ ആ കുട്ടി അത്രയും ബ്രില്യൻ്റ് ആയിരിക്കും, അല്ലാതെ എക്സാമിന്റെ ആൻസേഴ്സ് ഒക്കെ ആ കുട്ടിക്ക് എങ്ങനെ കിട്ടാനാണ് എന്നൊക്കെ ആ ടീച്ചറിനെ സമാധാനിപ്പിക്കും. ഇവിടെ നോട്ടീസ് ബോർഡ് നോക്കുന്നതും പ്രതീക്ഷിച്ച അത്രയും മാർക്ക് കിട്ടാത്തതിന്റെ സങ്കടത്തിൽ ജോക്ക് അറിയുന്നതും തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു കുട്ടികൾ ഈ ഫസ്റ്റ് വന്ന കുട്ടി അന്ന് ഷിന്നുമായി അടിയുണ്ടാക്കിയതല്ലേ എന്ന് അടക്കം പറയുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ക്ലാസ്സിലെത്തുന്ന ടൈം ഡോക്സി അവളുടെ സീറ്റ് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് ഫെയർവെൽ പാർട്ടി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീയായിരുന്നു എൻ്റെ ആദ്യത്തെ ഫ്രണ്ട് എന്നൊക്കെ അവൾ ഇമോഷണൽ ആകും. ആക്ച്വലി ഇങ്ങനെ പ്ലേസ്മെന്റ് എക്സാമുകൾ ഓരോ മന്തും അവിടെ നടത്തും. അതിൽ ടോപ്പായി വരുന്ന കുറച്ച് കുട്ടികൾക്കായിരിക്കും എസ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഡ്രീമാണ് എസ് ക്ലാസ്സിലേക്ക് ഒരു അഡ്മിഷൻ. അതുപോലെ എപ്പോഴും ഇങ്ങനെ ടോപ്പ് മാർക്ക് വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നത് വളരെ ടഫായ കാര്യമാണ്. അത് അവർക്കിടയിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് ചെറുതൊന്നുമല്ല. അങ്ങനെ അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് എസ് ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും ക്ലാസ്സിലേക്ക് കയറാൻ സമ്മതിക്കാതെ ജോ തടയും. ഒരു പേപ്പർ കൊടുത്ത് അതിലെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് സീൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ബഹളം കേട്ട് ചുറ്റും കുട്ടികൾ കൂടും. ഇന്നലെ എക്സാമിനുണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സിൽ മാത്രം ചെറുതായി ചേഞ്ച് വരുത്തിയിട്ടേ ഉള്ളൂ. ഇത് കേട്ട് ലിയങ് ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട്. നീ ഇപ്പോൾ ഇത് സോൾവ് ചെയ്തില്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന കുട്ടികൾ കരുതുക നിനക്ക് ആൻസർ കീ നേരത്തെ കിട്ടിയെന്നായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നീ കാശ് കൊടുത്ത് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയെന്ന്. ഇനി അതുമല്ലെങ്കിൽ നിന്റെ സൗന്ദര്യം കൊണ്ട് കാര്യം നേടിയെടുത്തെന്നായിരിക്കും. അത് വേണ്ടെങ്കിൽ ബോർഡിൽ ചെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യ്. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാണാം. അങ്ങനെ ക്ലാസ്സിലേക്ക് വന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ റെഡിയാകുന്നുണ്ട്. തൽക്കാലം അതല്ലാതെ രക്ഷപ്പെടാനായി അവൾക്ക് മറ്റൊരു മാർഗവുമില്ല.
അന്നേരം ഹായൂൺ അതിനിടയിൽ ഇടപെട്ട് നിന്റെ ഫ്രണ്ട് ഫസ്റ്റ് പൊസിഷനിൽ വന്നാൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കള്ളിയാക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ലിയങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അവൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് സോൾവ് ചെയ്ത് പകുതി എത്തുമ്പോഴേക്കും ഇനി എനിക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ട് ജോയ്ക്ക് സന്തോഷമാകും. കാരണം താൻ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിച്ച ഒരു സന്തോഷം അവൾക്കുണ്ട്. ഈ പ്രോബ്ലത്തിന് ആൻസർ കിട്ടില്ല, അതുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നതും ജസ്റ്റ് സംഖ്യകൾ മാറിയപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ, ഇതിന് ആൻസർ കിട്ടുമല്ലോ, ഞാൻ ഷിന്നിനോട് ചോദിച്ച് കൺഫേം ചെയ്തതാണെന്ന് പറയും. ഷിന്നും അന്നേരം ചിലപ്പോ അവള് പറയുന്നതും ശരിയാകും, ഇതിന് ആൻസർ കിട്ടില്ലായിരിക്കും, എനിക്ക് തെറ്റിയതായിരിക്കും എന്നൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ തോറ്റതിന്റെ നാണക്കേട് കൊണ്ട് ജോ നാളെ ഞാൻ സാറിനോട് ചോദിച്ച് വേറെ ക്വസ്റ്റ്യനുമായി വരും എന്ന് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നടക്കുന്നതും അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ, എന്റെ ഗേൾ ഫ്രണ്ടിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തതിന് സോറി ചോദിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് കേട്ട് ചുറ്റും കൂടി നിൽക്കുന്നവരും ജോയും ഒന്ന് ഞെട്ടുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ടൈം ഷിൻ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതിന് അവളോട് സോറി ചോദിക്കും. നീ കാരണമാണ് ഞാൻ ഈ സ്കൂളിൽ ഫേമസ് ആയത്, നിനക്ക് F ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് കുക്കി വിൽക്കുന്നത് പോസിബിളായ കാര്യമല്ല എന്ന് ഷിൻ പറയുന്നതും ഈ കുക്കി വിൽക്കാൻ റെഡിയായത് എന്തിനാണ്, നിനക്ക് പൈസയ്ക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഒന്നെങ്കിൽ നീ ആയിരിക്കും ചീഫ് അല്ലെങ്കിൽ പിന്നെ നിനക്ക് വട്ടായിരിക്കും, അതെന്തായാലും എന്റെ ടോപ്പിക് അല്ലല്ലോ, തൽക്കാലം നീ എന്റെ ഓഫർ സ്വീകരിച്ചേ പറ്റൂ, കുക്കി വിൽക്കാൻ നീയും എന്നെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നത്. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പ്ലാൻ അനുസരിച്ചാണ് നടന്നത്. അങ്ങനെ ഇതൊക്കെ ഓർക്കുകയാണ് ലിയങ്. അതേസമയം ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികളാകട്ടെ ഇത് കേട്ട് വളരെ എക്സൈറ്റഡ് ആകും. കാരണം ഇത്രയും ദിവസവും പരസ്പരം ശത്രുക്കളെ പോലെ ആയിരുന്നു. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. ജോയ്ക്കാകട്ടെ ഓൾറെഡി ഷിന്നിനോട് ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള അവൻ എന്റെ ശത്രുവിനെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നിന്ന് കട്ട് ചെയ്ത് അന്ന് ഈവനിങ് രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ടൈം നിന്നെ ഹെൽപ്പ് ചെയ്തതിന് നീ ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഷിൻ. ഇന്നലെ രാത്രി അവൾ എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചു തന്നതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു, എനിക്ക് ഒരു ട്രീറ്റ് എങ്കിലും തന്നേ പറ്റൂ, ഇന്ന് രാത്രി പുറത്തു പോയി ഫുഡ് കഴിച്ചാലോ എന്ന് അവൻ ചോദിക്കുന്നതും അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തു പോകാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് രണ്ടുപേരും കൂടി ഡോക്സി വിളിച്ചതനുസരിച്ച് അവളെ പോയി മീറ്റ് ചെയ്യുന്ന ടൈം ലിയങ് ഹെഡായ ഒരു ഗ്രൂപ്പിലേക്ക് മെമ്പർഷിപ്പിന് താല്പര്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഏൽപ്പിക്കുന്നുണ്ട്. ആദ്യം മെമ്പർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഒരു സാറും ഗൈഡ് ചെയ്യാൻ താല്പര്യമറിയിച്ച കാര്യവും ഡോക്സി പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ചെൻ റെഗുലറായി മിന്യങ്ങിനെ പോയി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ നോക്കാനായി നിൽക്കുന്ന ലേഡി, നിങ്ങൾക്ക് സ്റ്റുഡൻസിനോട് ഇത്രയും സ്നേഹമാണോ, നിങ്ങളെങ്കിലും ഈ കുട്ടിയെ ഒന്ന് വന്ന് നോക്കുന്നുണ്ടല്ലോ, ഇവളുടെ ചേച്ചി തിരിഞ്ഞു പോലും നോക്കാറില്ല, കുറച്ച് കാശ് മാത്രം അയച്ചു തരും, ഞാനും അവളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നൊക്കെ അയാളോട് പരാതി പറയും. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നതിനിടയിൽ വെച്ച് കുക്കി കഴിക്കുമ്പോൾ നിന്റെ സ്വപ്നം എന്താണെന്ന് ഷിൻ ചോദിക്കുന്നുണ്ട്. മിന്യങ് കണ്ണു തുറക്കുന്നത് അല്ലാതെ മറ്റെന്താണ്, നിന്റെ സ്വപ്നം എന്താണെന്ന് തിരിച്ചു ചോദിക്കുന്നതും കുറെ കാലം കഴിഞ്ഞും ഞാൻ ഇതുപോലെ തന്നെ ഹെൽത്തിയായിരിക്കണം. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാനായി ചെല്ലുന്നുണ്ട്. പക്ഷെ രണ്ടെണ്ണത്തിനും അതേപ്പറ്റി യാതൊരു ഐഡിയയുമില്ല. കുറെ നേരം അവിടെയും ഇവിടെയും ഒക്കെ കുത്തിയാണ് അത് വർക്കിപ്പിക്കുന്നുണ്ടെങ്കിലും അതേ ചൊല്ലി രണ്ടുപേരും കൂടി അടിയാകുന്നുണ്ട്. അങ്ങനെ അവസാനം കുറച്ച് നല്ല ഫോട്ടോസ് ക്ലിക്ക് ചെയ്യും. ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് ജോയ്ക്ക് സങ്കടം വരുന്നുണ്ട്. അവളുടെ മനസമാധാനത്തിന് വേണ്ടി ഇതിൽ ഷിന്ന് അത്ര ചിരിച്ചോണ്ടല്ലോ നിൽക്കുന്നത്, അവൻ അവളെ ഇഷ്ടമല്ല എന്നൊക്കെ ഹായുണിനോട് ചോദിക്കുന്നതും അവനാകട്ടെ എരുതിയിൽ എണ്ണ ഒഴിക്കാനായി അവർ നല്ല കപ്പിൾസ് അല്ലേ എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ജോയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ വാവിട്ട് കരയുന്നത് കാണിച്ച് കട്ട് ചെയ്താൽ ഇവിടെ കാറിൽ രണ്ടുപേരും കൂടെ തിരിച്ചു വരുന്ന ടൈം, ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു
നാളെയും നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുന്നതും അവൾ അത് കേട്ട ഭാവം പോലും കാണിക്കില്ല. സ്കൂളിൽ തിരിച്ചെത്തുന്നതും അവളെ കാത്ത് ഹായോൺ അവിടെ നിൽപ്പുണ്ടാകും. എങ്ങനെയുണ്ട് സ്റ്റുഡൻസിന്റെ റെസ്പോൺസ് എന്ന് ലിയങ് തിരക്കുന്നതും എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്, അതുപോലെ കുറച്ചു പേർക്ക് സങ്കടവും. ഇതുപോലെ ഒരു വളഞ്ഞ വഴിക്ക് പറ്റിയത് അവനെ കൂട്ടുപിടിക്കുന്നതാണ്. നീ ഒരു പാവമാണ്, നിനക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. നാളെ തന്നെ കുക്കി വിൽക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിന്റെ നോട്ട്സും എനിക്ക് തരണം. കുറച്ചെങ്കിലും പഠിച്ചു വച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എല്ലാവർക്കും ഒരു ഒറിജിനാലിറ്റി തോന്നണ്ടേ? ഇന്നത്തെ പോലുള്ള ഒരു സാഹചര്യം ഇനി ഒരിക്കലും ഉണ്ടാവരുത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് രാത്രിയാകുന്നതും ലിയങ്ങിന് ഒരു വെപ്രാളവും പരവേശവും തോന്നി. ആ കുക്കി എടുത്ത് കഴിച്ച് അവളുടെ ഡ്രീമും കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം എക്സാം ഷീറ്റിൽ എല്ലാത്തിനും ആൻസേഴ്സ് എഴുതുന്നതും ചെൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ കൗൺസിലിങ്ങിന് വേണ്ടി ചെല്ലാൻ ആവശ്യപ്പെടുന്നത് കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.